അടിച്ചങ്ങളെ. ഹായ്, നിനക്കാക്കടെ മറ്റൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ കൊണ്ടിടാനായിട്ട് ഇറങ്ങിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ബോക്സിൽ എനിക്ക് ഒരു കമൻറ്റ് കിട്ടി. അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് നിങ്ങൾ തീർക്കുകയാണോ, തിരിച്ചു വിടത്തില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചൊരു കമൻറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ കാര്യം അറിയാമല്ലോ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളാണ്, ഷാർപ്പ് ഹുക്കുള്ള ഫ്രോഗുകളാണ്. നമ്മളിത് ഹുക്കപ്പും കൊടുത്ത് ഇത് വലിച്ച് കരയെത്തി കഴിയുമ്പോൾ തന്നെ പകുതി ചത്ത പോലെ ഇത് കയറി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ വായിക്കാത്ത ഈ ഫ്രോഗും എടുത്തു കഴിഞ്ഞിട്ട് നല്ല ഡാമേജ് ആയിട്ടാണ് ഈ ഫ്രോഗ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. കാരണം അതുപോലെ ഷാർപ്പ് ഹുക്കായതുകൊണ്ട് നല്ല രീതി ഇത് ഡാമേജ് ആവും മീൻ. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ വെറുതെ നമ്മൾ തിരിച്ചു വിട്ട് ഇത് രക്ഷപ്പെടുത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് അത്തരം മീനുകൾ നമ്മൾ എടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ഈ സൈഡിലും ചുണ്ടിലും ഒരുപാട് ഡാമേജ് ഇല്ലാത്ത മീനുകളെ നമ്മളിതുപോലെ തിരിച്ചു വിടാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കിട്ടി. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, അതായത് നമുക്ക് ഈ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിലേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ കണ്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചുമ്മാ ഓപ്പൺ വാട്ടറിലോട്ട് നിറഞ്ഞ കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്നൊരു അടി, നല്ല പടക്കനൊരടിയായിരുന്നു. അടിച്ച് ഹുക്കപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ഫൈറ്റുമായിട്ട് നല്ല വലിയൊരു മീനാണെന്നാണ് വിചാരിച്ചത് ആദ്യമേ. പക്ഷേ ഒരു ഇടത്തരം ടൈപ്പാണ് കയറി വന്നത്. അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടത്തരം വന്നിട്ടേ അപ്പോൾ നല്ല രീതിയിൽ അവൻ എടുത്തോണ്ട് ഓടി. സത്യത്തിൽ ഇങ്ങനെ എടുത്ത് കണ്ടോ. ഞാനൊരു കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചോണേ. കണ്ടോ ആ ഫ്രോഗ് ആ മീനിൻ്റെ വായിക്കാത്തിരിക്കുന്നുണ്ടോ. ഇത്തരം നമ്മളൊരു മീനടിക്കുമ്പോൾ വലുതാണോ ചെറുതാണോ നമുക്കറിയത്തില്ല. അടിച്ച് കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് വലുതാണോ ചെറുതാണ്. ഇങ്ങനെ ഒരു ഹുക്കാകുന്നൊരു മീൻ നമ്മളത് അതിനകത്തുനിന്ന് എടുത്തിട്ട് എങ്ങനെ തിരിച്ചു വിടും? ഞാൻ അപ്പുറത്തോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ കൂടെയുള്ള അമ്മാവന് അത് അങ്കിളിനോട് അടിച്ചത്. ഞങ്ങളാദ്യം വിചാരിച്ചത് ചെറുമീനാണ് കേട്ടോ. നല്ല വലിയ സൈസ് ഉണ്ടായിരുന്നു കയറി വന്നപ്പോൾ. പക്ഷേ കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സൈസ് ഒരു വിഘ്നമരാൽ. ഈ പണ്ട് ഈ പുഴയിലൊന്നും ഈ വിഘ്നമരാലില്ലായിരുന്നു. ഇപ്പോൾ ആണ്ട് ഇതും ഇവിടുന്ന് എനിക്കിനെ വളർത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ ചാടി വന്നാന്ന് തോന്നുന്നു കേട്ടോ. സൈസ് ഒരു വിഘ്നമരാലായിരുന്നു. ഇപ്പം ഇതിപ്പോൾ ഒരുപാട് ഇപ്പം പുഴയെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ കണ്ടോ എൻ്റെ സൈസ് കണ്ടോ. നാടനാകുമ്പോഴത്തേക്ക് അതിൻ്റെ വയറിൻ്റെ അടി ഒരു മഞ്ഞ ഒരു നമ്മളൊരു വേറെ ടൈപ്പാണ് ഉണ്ടോ. ഇത് ഒരു ചാര കളറ് വിഘ്നമരാൽ. നല്ല സൈസ് പറഞ്ഞു. ഉപയോഗിക്കുന്ന ഫ്രോഗ് ഉണ്ടോ, ടെഡിബിയ. അമ്മാവന് ഫസ്റ്റായിട്ട് ഒത്തിരി നാൾ കൂടെ മീൻ അടിക്കുന്നത് ഇങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് അടിക്കുക, എല്ലാം മിസ്സാക്കും, എല്ലാം സത്യം. ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഒരു മീനടിച്ചത്. ഞാൻ ചുമ്മാ കെയർലെസ്സായിട്ട് വലിച്ചെടുത്താൽ ഇവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇവിടുന്ന് വന്നു നല്ലൊരടി. സത്യം ഞെട്ടിപ്പോയി. ഉക്കപ്പ് കൊടുത്ത് നല്ല രീതി വലിച്ച് കയറ്റി കുറേ പുല്ലിലെ കുടയ്ക്ക് വലിച്ച് കയറി വന്നപ്പോഴത്തേക്ക് അതും നല്ല ഇതൊരു വരാൽ തന്നെയായിരുന്നു. പക്ഷേ വിഘ്നമല്ല, സാധാരണ നാടൻ വരാൽ തന്നെയായിരുന്നു. പക്ഷേ നല്ല കണ്ടോ സൈസ് ഒരെണ്ണമായിരുന്നു. നമ്മളിവിടെ കിട്ടുന്നത് വലിയ വരാൽ കേട്ടോ. ഇത് ഞങ്ങൾ ഈ സൈഡ് പുല്ല് മൊത്തം സൈഡിൽ കൂടെ പുല്ല്. അപ്പോൾ എടുത്തുകൊണ്ട് സൈഡിൽ മൊത്തം വെള്ളം കയറി കിടക്കുമല്ലേ. അപ്പം മീനല്ലേ കുറച്ചങ്ങ് മാറിപ്പോയില്ലെങ്കിലേ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ മീൻ മിസ്സായിപ്പം. ഇതാ നാടൻ്റെ കണ്ടില്ല, അതിൻ്റെ അടിഭാഗം കണ്ടില്ല, ഒരു മഞ്ഞ നിറമായിട്ട്. നാടനെ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ഇടയ്ക്ക് ഒരു പാമ്പിൻ്റെ ഒരു സ്കിന്ന് പോലെ ഇതിൻ്റെ അടിവശത്തിരിക്കുന്നത്. ഇതാ ഒറിജിനൽ നാടൻ. ഇവിടുത്തെ നാടനൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഗോൾഡൻ നിറമാണ്. കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ നല്ല സ്വർണ്ണ നിറം ഇമ്മരെ കാണാൻ കേട്ടോ ഇവിടെ ഉള്ളവരെ. പെട്ടെന്ന് അമ്മമാരെ ഈ വിഘ്നാവിനെയും ഇവിടെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞങ്ങളെ നിർത്താൻ നേരത്തെ ചുമ്മാതെ ഞാൻ അതുവഴി വന്നപ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് വലിച്ചെറിഞ്ഞ അങ്ങോട്ട്. വലിച്ചെറിഞ്ഞപ്പോഴത്തേക്കും അത് നല്ലൊരടിയായിരുന്നു. അടിച്ച് ഇതുപോലെ തന്നെ ഹുക്കപ്പ് കൊടുത്ത് വലിച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയ വരാൽ
അത് നാടൻ വരാൽ തന്നെയായിരുന്നു. ഇപ്പം ഉണ്ടോ, അതാ താമസിപ്പിച്ച് കിടക്കുന്നത് കണ്ടോ, നാടൻ തിരിച്ചത്. അപ്പോൾ ഈ ഫ്രോഗിനൊക്കെ ഇമാർ എങ്ങനെ അടിക്കുന്നത്? ഇത്രയും ചെറുതാണെങ്കിലും വന്ന് ഫ്രോഗിനിട്ട് അടിക്കും. അടിക്കുന്ന അടിയെന്ന് പറഞ്ഞാൽ പടക്കനായിട്ട്. നമ്മളാണ്ട് വലിയ മീനാണെന്ന് വിചാരിച്ച് ഹുക്കപ്പ് കൊടുക്കുന്നത്. ഹുക്കപ്പ് കൊടുത്തുണ്ടല്ലേ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്തതില്ല ഹുക്കപ്പ് കയറി പോകുന്നത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള മീനുകൾ തിരിച്ചു വിടാം, പക്ഷേ നല്ലതായിട്ടാവും. പിന്നെ വിട്ടാൽ ചത്തു, ഉറപ്പായിട്ടും ചത്തും. ആ രീതിയിലാണ് ഇത് ഹുക്കാകുന്നത്. അതുണ്ടോ ഫ്രോഗും ശരിക്കത് അതുണ്ടോ തലച്ച് ആത്തോട്ട് അങ്ങ് ഈ തലയുടെ ഈ ഉള്ളിലോട്ടാണ് ഹുക്ക് കയറുന്നത്. എടുത്തും ബ്ലഡും അതിലെല്ലാം ചാടി ആകപ്പാടെ ഫ്രോഗിൽ നിന്ന് ഫ്രോഗല്ല മീനിൻ്റെ അകത്ത് ഫ്രോഗ് എടുക്കുമ്പോൾ തന്നെ മീൻ പകുതി ഏകദേശം ഡെഡാകുന്ന പോലെ. പിന്നെ തിരിച്ച് ഇതിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള മീൻ എടുക്കുന്നത്. ഇപ്പോൾ പലരും വിചാരിക്കും നമ്മൾ ഇത്തരം കൊച്ചു മീൻ എടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കും. മൊത്തം ബ്ലഡായില്ലേ. വേണ്ട, ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ കേട്ടോ. ഒരുപാടൊന്നും കിട്ടിയില്ല. അത് ഉള്ളത് ഒരു വരാലെന്ന് ചെറു വരാൽ ഇതേ ഉള്ളൂ വലുത്. ഉണ്ടോ ബാക്കിയെല്ലാം വരാല നാടൻ. കണ്ടോ ഇത് കണ്ടോ സൈസ് ഒരു വിയറ്റ്നാം വരാല. അതിൻ്റെ വ്യത്യാസം കണ്ടോ മറ്റേതിനായിട്ടുള്ളത്. അല്ലേ മറ്റേ നാടൻ വരാൽ ഇത്രയും വലിപ്പം അങ്ങനെ വെക്കാറില്ല സത്യം പറഞ്ഞ്. നല്ല ഒരു വലിപ്പമുള്ളത്. ബാക്കി ആ ഒരെണ്ണേ ഉള്ളൂ സത്യത്തിൽ. ഒന്നല്ല, ഒരു ചെറുതും ആ ഒരു എണ്ണേ ഉള്ളായിരുന്നു നാടൻ. ബാക്കി 2 നാടനും 2 വിയറ്റ്നാമും ഒരു ചെറും. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.